പ്രസാദ് കൂടി ചെയ്യുന്നു. പ്രസാദ്, പാടത്തെ കണ്ണീർ കാണാതെ പോവുകയാണോ സർക്കാർ എന്നതാണ് ചോദ്യം. കാരണം ഇപ്പോൾ നോക്കൂ, സംസാരിച്ച കർഷകർക്കെല്ലാം ലക്ഷങ്ങളാണ് കുടിശ്ശികയായി നൽകാനുള്ളത്. 6 മാസം പിന്നിട്ട ശേഷമാണ് അവർ പരാതിയുമായും പ്രതിഷേധവുമായും ഒക്കെ എത്തുന്നത്. അപ്പോൾ പരിഹാസമാണോ മറുപടി സർക്കാരിൻ്റേത്? ഗുഡ് ഈവനിങ് വിനീത. പരിഹാസം തന്നെയാണ് മന്ത്രിമാരുടെ വാക്കുകളിൽ പ്രകടമായി നിൽക്കുന്നത്. കർഷകരെ സംബന്ധിച്ച് അവർ വലിയ ദുരിതത്തിലാണ് വിനീത. കാരണം ഇത് തുടങ്ങുന്നത് മുതലുള്ള പ്രതിസന്ധിയാണ്. വില കിട്ടാത്തത് മാത്രമല്ല, കാലാവസ്ഥ ഏറ്റവും വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുന്നത് ഈ കർഷകരെയാണ്. കുറച്ച് ദിവസം കൂടുതൽ വെള്ളം കെട്ടി നിന്നാൽ ആ കൃഷി അപ്പാടെ നശിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. മാത്രമല്ല, ആലപ്പുഴ പോലെയുള്ള പ്രദേശത്ത് മടവീഴ്ച നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നതാണ് പലപ്പോഴായിട്ട്. മാത്രമല്ല, ഇതിലിപ്പോഴൊരു പ്രതിസന്ധി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ 2ാം വിളയുടെ പണമാണ് കിട്ടാതിരുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു. 4ാമത്തെ മാസവും 5ാമത്തെ മാസവും എത്തി. ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അവരുടെ അടുത്ത വിളയുടെ എല്ലാ ഘട്ടവും തീർന്നു കഴിഞ്ഞു. ഈ നെൽകൃഷിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും കൂടുതൽ മുടക്ക് മുതൽ വരുന്നത് ആദ്യഘട്ടത്തിലാണ്. നിലമൊരുക്കലും അതുപോലെ തന്നെ ഞാറ് നടലും ഉൾപ്പെടെയുള്ള തലങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് അവർക്ക് വലിയ തുക ചെലവാകുന്നത്. നേരത്തെയുള്ള നെല്ലിൻ്റെ പണം കിട്ടാതിരുന്നാൽ 2ാമത്തെ വിള, അടുത്ത വിളയ്ക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് തകർന്നു പോവുകയും ചെയ്യുന്നത്. ഇപ്പോൾ മന്ത്രിമാരുടെ കുറ്റപ്പെടുത്തൽ അതെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് 2 മന്ത്രിമാരും പറഞ്ഞു തുടങ്ങുന്നത്. കേന്ദ്രത്തിന്റെ ചുമലിലേക്ക് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അത് വെക്കുകയും ചെയ്യുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്നുള്ളത് കർഷകന് പണം കിട്ടിയില്ല. പണം കൊടുത്തതിന് ശേഷം ഇത്തരം പ്രസ്താവനകളായിരിക്കും നല്ലത് എന്നുള്ളതാണ് അത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് വിനീത. ശരി, പണം ക്രെഡിറ്റ് ആയത് കർഷകർ കാണാതെ പോയതാണ് എന്നൊക്കെയാണ് ന്യായീകരണം പറയുന്നത്. മന്ത്രിമാർ ഏതായാലും അവരുടെ കണ്ണീർ കാണാതെ പോകരുതെന്ന് തന്നെയാണ്. ടി വി പ്രസാദും ദീപക് മോഹനും ശരത് എസ് എസും ഇക്ബാൽ അറക്കലുമാണ് വിവരങ്ങൾ നൽകിയത്.